അതെന്താ അയ്യോ എന്ന് പറഞ്ഞത്? അല്ല, അത് തൊട്ട് സത്യം ചെയ്യുകയാണെങ്കിൽ രാമ നിന്റെ കാര്യം പോക്കടാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നുണ പറയില്ല. ഗീത തൊട്ടിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നീ അവനെയും തല്ലുന്നത് കണ്ടു, അവൻ നിന്നെയും തല്ലുന്നത് കണ്ടു എന്ന് ഞാൻ പറയും. അപ്പൊ ഇത് കേട്ടപ്പോഴേ ജഡ്ജിന് മനസ്സിലായി ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ ഭഗവാൻ ഇത്രയും ആളുകളെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നേരെ ക്യാമറകളായിട്ട്. ഇനിയിപ്പം സ്വാമി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്തുണ്ടായി? സംഭവന്തി ഭദ്രാണി വിപരീതാനി ജാനക കാരിണം ഗുണസങ്കോസ്തി ദേഹവാൻ നഹി കർമ്മകൾ. ഇവൻ തന്റെ ശരീരത്തിന്റെ ധർമ്മങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഒരു അവിവേകിയെപ്പോലെ ജീവിച്ചവനാണ്. അതുകൊണ്ട് അവന് ശിക്ഷ, അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൊടുക്കണം എന്നതിൽ യാതൊരു സംശയമില്ല. പറയുന്നു, നമ്മുടെ മനസ്സൈവ പുരേദേവ പൂർവരൂപം വിപശ്യതി അനുമീമാംസതേ പൂർവം മനസാ ഭഗവാനജ. ഈ മനസ്സ് തന്നെ ഓരോ രൂപങ്ങൾ ധരിച്ചുകൊണ്ട്, ഈ മനസ്സ് തന്നെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? മനസ്സ് തന്നെയാണ്. മനസ്സ് തന്നെയാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് യഥാജ്ഞതമസായുക്ത ഉപാംസേ വ്യക്തമേവ ഹി ന വേദപൂർവമപരം നഷ്ടജന്മസ്മൃതിസ്തദാ. ഒരു ശരീരത്തിലിരുന്ന് ചെയ്യുന്ന കർമ്മങ്ങള് അവൻ അറിയുന്നില്ല അവൻ എവിടെ കൊണ്ടെത്തുന്നതെന്ന്. വീണ്ടും അടുത്ത ജന്മങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. അപ്പോഴും അവന് പൂർവം അതും അറിയുന്നില്ല, അതും അവൻ മറന്നുപോയി. ഇങ്ങനെ നഷ്ടജന്മസ്മൃതിസ്തദ. ഓരോ ജന്മങ്ങളിൽ വരുമ്പോ കഴിഞ്ഞ ജന്മങ്ങളുടെ സ്മൃതികൾ നമുക്ക് തോന്നുന്നു ഓരോന്നും ഫ്രഷ് ആണെന്ന്. കഴിഞ്ഞ ജന്മങ്ങളിലും ഉണ്ടായിരുന്നു ഭാര്യയും കുട്ടികളും, അതിനു മുമ്പിലുള്ള ജന്മങ്ങളുണ്ടായിരുന്നു ഭാര്യയും കുട്ടികളും, ഈ ജന്മത്തിലും ഭാര്യയും കുട്ടികളുണ്ട്. അന്നും നമ്മൾ ഇതിനോടൊക്കെ അറ്റാച്ച്മെന്റ് വെച്ചിരുന്നു. അതൊക്കെ നമ്മൾ ഈ ജന്മം വരുമ്പം മറന്നു പോകുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു ഈ ജന്മം തന്നെയാണ് വളരെ സത്യമായിട്ടുള്ളത്, ഈ ബന്ധങ്ങൾ തന്നെയാണ് സത്യമായിട്ടുള്ളത്, ഇതിനപ്പുറം ജീവിതമില്ല എന്ന്. അങ്ങനെ അവൻ മറന്ന് 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 എന്തിനേറെ ഭാര്യയുടെ പേര് പോലും മറക്കണു, ഭർത്താവിന്റെ പേരും മറക്കണു, കുട്ടികളുടെ പേരും മറക്കണു. ഇനിയുള്ള കാലമൊക്കെ കുട്ടികളോട് ചോദിച്ചാലല്ലോ എന്താ കുട്ടി നിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൂ തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു കാലം വരും, ഇനി ക്ലൂ തരുമോന്ന്. കാരണം പേര് പോലും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒന്നിനും സമയമില്ല. ഇപ്പം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാള് അയാളുടെ സുഹൃത്തിന് കുറെ കാലം ട്രാൻസ്ഫറായി ഇയാളുടെ ബാങ്കിൽ എത്തിച്ചേർന്നപ്പം ഒരു പാർട്ടി കൊടുക്കാൻ നിശ്ചയിച്ചു. ഒരു 6-7 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും പണ്ട് ബാങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ 7 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബാങ്കിലേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്റെ സുഹൃത്തിന് പാർട്ടി കൊടുക്കാൻ നിശ്ചയിച്ചു. സുഹൃത്തിനെയൊക്കെ വിളിച്ചു വീട്ടിലേക്ക്. എന്നിട്ട് ഭാര്യ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഭാര്യയോട് ഓരോ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോ ഇയാൾ പറയണ ഹണി അത് കൊണ്ടുവരൂ. അപ്പൊ ഈ സുഹൃത്തിന് വളരെ ആശ്ചര്യം, ഇപ്പോഴും ഇയാള് ഭാര്യ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് വിളിക്കണല്ലോ എന്ന്. പിന്നെ പറയാം ഓ ഡിയർ കൊണ്ടുവരൂ നീ വേഗം എന്ന്, ഓ സ്വീറ്റ് എന്നൊക്കെ വിളിക്കണോ ഇംഗ്ലീഷില്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ മറ്റേ സുഹൃത്ത് ഇത്രയൊക്കെ നിനക്ക് സ്നേഹം ഭാര്യയോടുണ്ടല്ലോ, ഇന്നും നീ കല്യാണം കഴിച്ചിട്ട് 7 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ വിളിക്കണമല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറയാണ് ചെവിയില്, സത്യത്തിൽ അവളുടെ പേര് ഞാൻ മറന്നുപോയി എന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നത്, മാനേജ് ചെയ്യണമല്ലോ അവളെ, അതുകൊണ്ടാണെന്ന്. കുറെ കഴിഞ്ഞതൊക്കെ മറന്നുപോകും മനുഷ്യൻ, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ പിന്നെ കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യം മറന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മം. പഞ്ചഭി കുരുതേ സ്വാർത്ഥാൻ പഞ്ചവേദാത പഞ്ചഭി ഏകസ്തു ഷോഡശേന സ്ത്രീൻ സ്വയം സപ്തദശോസ്നുതേ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ 5 അനുഭവങ്ങൾ അനുഭവിക്കുന്നു. പഞ്ചഭി കുരുതേ സ്വാർത്ഥാൻ പഞ്ചവേദാത പഞ്ചഭി ഒക്കെ പഞ്ച 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 പഞ്ച. എന്താണ് പഞ്ച എന്ന് പറഞ്ഞാൽ? 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്നു, 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ 5 അനുഭവങ്ങൾ അനുഭവിക്കുന്നു. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങള് ഇപ്രകാരമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഷോഡശേന 16 എണ്ണത്തിൽ ഒട്ടിനിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളിലും 5 കർമ്മേന്ദ്രിയങ്ങളിലും 5 അനുഭവങ്ങളിലും ഒട്ടിനിന്നുകൊണ്ട്, മനസ്സ് ഒട്ടിനിന്നുകൊണ്ട്, ഈ മനസ്സിലൊക്കെ ഒട്ടിനിന്നുകൊണ്ട്, സ്നേഹങ്ങളിലൊക്കെ ഒട്ടിനിന്നുകൊണ്ട് സപ്തദശോ അസ്നുതേ 17ാമത്തവൻ ഇതൊക്കെ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു. ഈ 17ാമത്തത് 16 എണ്ണം എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പഞ്ചഭൂത അനുഭവങ്ങള്, 16ാമത്തത് മനസ്സ്, 17ാമത്തത് ജീവൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ജീവൻ. അത് ഏകമാണ്. ആ ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് തതേതൽ ഷോഡശകലം ലിംഗം ശക്തിത്രയം മഹൽ തത്തേന സംസൃതം പുംസി ഹർഷശോകഭയാത്തിനം. ഹർഷം, സന്തോഷം,
ഭയം, ദുഃഖം ഇതൊക്കെ തരാൻ നമ്മുടെ ഉള്ളിലുള്ള ഈ മനസ്സിന് സാധിക്കും. ലിംഗശരീരം എന്ന് പറയും. അതായത് ഈ ശരീരത്തെ ഉണ്ടാക്കിയതും മനസ്സാണ്, ഈ ശരീരത്തെ വേർപെട്ടു പോകുന്നതും മനസ്സാണ്. ഏതുപോലെ ഒരു ചെടിയിലെ അതിലെ വാസന പോലെ, സുഗന്ധം പോലെ, ആ വാസന അതിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ, ചെടിയിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ, ആ പൂവിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവാനും ശരീരത്തെ എടുക്കാനും സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ വ്യവഹരിക്കുന്ന മനസ്സ് ഈ ശരീരമാകുന്ന ഈ ഇൻസ്ട്രുമെന്റില്, ഈ ഒരു പാത്രത്തിൽ അത് കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതൊരിക്കലും കുടുങ്ങി നിൽക്കുന്നില്ല. എപ്പ വേണമെങ്കിലും ഈ ശരീരത്തെ വിട്ടു പോവാൻ ആർക്ക് സാധിക്കും? ഒരു മെഡിക്കൽ സയൻസിനും ആ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഓപ്പറേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല, ഒരു മെഡിസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഹാർട്ട് റിപ്പയർ ചെയ്യാൻ അവർക്ക് പറ്റിയേക്കാം, നിങ്ങളുടെ ലങ്സുകൾ ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റിയേക്കാം, കിഡ്നി മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചേക്കാം, ബ്ലഡ് പോരെങ്കിൽ കൂട്ടിച്ചേർക്കാൻ അവർക്ക് പറ്റിയേക്കാം. പക്ഷെ ശരീരത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു വിദ്യയും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എത്രയോ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് 10 ദിവസത്തിനുള്ളിൽ മരിക്കുന്ന ആളുകളില്ലേ, 5 ദിവസത്തിനുള്ളിൽ മരിക്കുന്ന ആളുകളില്ലേ? ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരു വിദ്യയും ഇന്നേ വരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. കണ്ടെത്തിക്കോട്ടെ അവര്, നമുക്ക് പ്രയാസമില്ല. പക്ഷെ എങ്ങനെ കണ്ടെത്തിയാലും ഒരു സത്യം സത്യമാണ്. അതിനെ ശരീരത്തിൽ പിടിച്ചു നിർത്താൻ സാധ്യമല്ലാത്തതിന് കാരണം അത് ശരീരത്തിൽ നിന്നും വന്നതല്ല. വരാത്തതിനെ പിന്നെ എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കും? എന്നാ പിന്നെ വിവേകമുള്ളവർ എന്താ ചെയ്യേണ്ടത്? അതിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നതിന് പകരം അതെവിടുന്നാണോ വന്നതെന്ന് കണ്ടെത്തി അതിലേക്ക് ഉയർത്തുകയല്ലേ വേണ്ടത്? ശരിയാണോ പറയുന്നത്? ഇതാണ് ഭാരതീയ സംസ്കാരം. ശരീരത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താനല്ല നമ്മളോട് പറയുന്നത്. ഈ ശരീരം കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കാനല്ല നമ്മളോട് പറയുന്നത്. ഈ ശരീരവുമായി ബന്ധപ്പെട്ടവരെ ഓർത്ത് ജീവിക്കാനല്ല നമ്മളോട് പറയുന്നത്. മനസ്സെവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടേക്ക് മനസ്സിനെ ഉയർത്തും. അപ്പൊ പിന്നെ എവിടെയാണ് ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളൊക്കെ ഉള്ളത്? അതുകൊണ്ട് ഇപ്രകാരം നമ്മൾ ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ നഹി കശ്ചിൽ ക്ഷണമപി യാതുതിഷ്ഠത്യകർമ്മകൾ കാര്യദേഹ്യവശകർമ്മ ഗുണൈ സ്വാഭാവികീ ഫലൽ. ഇത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ശ്ലോകം? ഇത് ഭഗവത്ഗീതയില് 3-ാം അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണ്. അപ്പൊ ഗീതയിൽ വരുന്ന പല ശ്ലോകങ്ങളും ഭാഗവതത്തിലും വരുന്നുണ്ട്. ഇനിയുണ്ട് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഈ ശ്ലോകം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കണം, കുറച്ചൊരു വ്യത്യാസത്തോടു കൂടിയിട്ട്. അപ്പൊ ഭാഗവതവും ഗീതയും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒന്നും വ്യത്യാസമില്ല. ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് വിസ്തൃതമായി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഭാഗവതം. നിങ്ങൾ വിചാരിക്കരുത് കഥയാണെന്നുള്ളത്. നഹി കശ്ചിൽ ക്ഷണമപി, കശ്ചിൽ ക്ഷണമപി, ഒരല്പനേരത്തേക്ക് പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ യാതു തിഷ്ഠതി അകർമ്മകുന്ന, വെറുതെ ഇരിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം കാര്യദേഹി അവശകർമ്മ ഗുണൈ സ്വാഭാവികൈ ഫലൽ, ഈ മനസ്സിന്റെ ഗുണം ആ കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എൻഗേജ്ഡ് ആക്കാത്തടത്തോളം കാലം, നിങ്ങളുടെ മനസ്സിനെ നിരന്തരം നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ചേർത്ത് വെക്കാത്തടത്തോളം കാലം, ഈ ശരീരവുമായി ഒട്ടിപ്പിടിച്ചാൽ, ഈ ശരീരവുമായി ബന്ധപ്പെട്ടവരെ ഓർത്തുകൊണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് മനസ്സ് നിങ്ങളെ വീണ്ടും 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 തളർത്തിയിരിക്കും. മനസ്സിനെ നിങ്ങളെ തളർത്തിയേ പറ്റുള്ളൂ. എത്രത്തോളം അത് നിങ്ങൾ ശരീരത്തോട് ചേർത്ത് വെക്കുന്നോ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നോ, അപ്പൊ അത് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കും. എത്രത്തോളം നിങ്ങൾ അതിനെ എൻഗേജ്ഡ് ആക്കുന്നോ അത്രത്തോളം അത് ശരീരത്തെക്കുറിച്ച് മറന്നിരിക്കും. നോക്കൂ, നിങ്ങൾ സ്വന്തം ജീവിത അനുഭവം എടുത്ത് നോക്കൂ. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ട് ആളുകൾക്കുണ്ടല്ലോ അധികം രോഗങ്ങളൊന്നും വരാത്തത്. എപ്പോ അവർ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നോ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? നേരത്തെ അവരുടെ മനസ്സ് ശരീരത്തെക്കുറിച്ചോ ശരീരവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. കാരണം ഓരോന്നിനും എൻഗേജ്ഡ് ആണ് ആ മനസ്സ്. എപ്പോ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വീട്ടിലിരിക്കാൻ തുടങ്ങിയോ അപ്പം വീണ്ടും ഏതിനെക്കുറിച്ച് ചിന്തിക്കും? ശരീരത്തെക്കുറിച്ചും ഈ ശരീരത്തിന്റെ സുഖത്തെക്കുറിച്ചും ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചും അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ ഓരോന്നിന്റെ പുറകിൽ ഓരോന്ന്. ശരിയാണോ പറയുന്നത്? ചിന്തിക്കും നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. ഇപ്രകാരം എന്തു വേണം? നഹി കശ്ചിൽ ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മക് കാര്യദേഹ്യവശകർമ്മ ഗുണൈ സ്വാഭാവികീ ഫലൽ. അവിടെ പറയും നഹി കശ്ചിൽ ക്ഷണമപി യാതുതിഷ്ഠത്യകർമ്മക്
കാര്യദേഹവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈ. എല്ലാം പ്രകൃതിയുടെ ഗുണത്തിനനുസരിച്ച് അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ശരീരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. കാരണം അത് പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അത് മരിക്കുന്നത് വരെ ബ്ലഡ് സർക്കുലേഷൻ എന്നൊരു കർമ്മം നടക്കണം, ദഹനം എന്ന കർമ്മം നടക്കണം, ഉണ്ടോ ഇല്ലയോ? ശ്വാസോച്ഛ്വാസം എന്ന കർമ്മം നടക്കണം. ഓരോ സെല്ലുകളും അതിനുവേണ്ട ന്യൂട്രീഷൻ സാധനങ്ങൾ എടുക്കും ബ്ലഡിൽ നിന്ന്. എന്നിട്ട് അതിന് ജനനമുണ്ട്, മരണമുണ്ട്, ആ പ്രക്രിയയിലൂടെ പോകുന്നു. ഈ ശരീരത്തിൽ ഒരു കർമ്മ സമുച്ചയം തന്നെ നടക്കുന്നുണ്ട്. അത് ശരീരത്തിന്റെ ഭാഗമാണ്. എന്നാൽ മനസ്സും നമ്മൾ അതിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിനെ എൻഗേജഡ് ആക്കി കഴിഞ്ഞാൽ, അത് ക്രമേണ ക്രമേണ ശരീരത്തിന്റെ ഒട്ടലിൽ നിന്നും ഇതിലേക്ക് വരും, ഭഗവാനിലേക്ക് തിരിഞ്ഞു വരും. ഇപ്രകാരം ലബ്ധ്വാ നിമിത്തമവ്യക്തം വ്യക്താവ്യക്തം ഭവത്യുത യഥാ യോനി യഥാ ബീജം സ്വഭാവേന ബലീയസ. ഇങ്ങനെ നമ്മൾ ജീവിച്ച് ഓരോരോ ശരീരങ്ങളെടുത്ത് വീണ്ടും ആ ശരീരത്തിലിരുന്ന് കുറെ അനുഭവിച്ച് വീണ്ടും ഇതിങ്ങനെ ഒരു ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കണു പറയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ വഴിതെറ്റിക്കുന്നു. അതുപോലെയാണ് ഇപ്പൊ ഇവന്റെ കാര്യമുണ്ടായത്. ഇവൻ നല്ലൊരു ജന്മക്കെടുത്തവനാണ് പറയാണ്. ഇവന്റെ ആ കഥയിലേക്ക് കടക്കുകയാണ്. അയം ഹി ശ്രുതസമ്പന്ന ശീലവൃത്ത ഗുണാലയ ധൃതബ്രതോ മൃദുദ്ധാന്ത സത്യവാൻ മന്ത്രവിശ്വജി. ഇവൻ നല്ലൊരു സംസ്കാരമുള്ള കുലത്തിലാണ് ജനിച്ചത്. അച്ഛനമ്മമാരൊക്കെ നല്ല സംസ്കാരമുള്ളവരായിരുന്നു. അങ്ങനെ വളർന്ന് 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 ഗുരുവഗ്നിദിതി വൃദ്ധാനം ശുശ്രൂഷ നിരഹങ്കൃത. അഹങ്കാരം ഉണ്ടായിരുന്നില്ല. നല്ലൊരു സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അവൻ യജ്ഞങ്ങൾ അഗ്നിഹോത്രം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇവൻ ഒരിക്കൽ ഏകദാസോ വനം യാത പിതൃസന്ദേശ ആദായ തദ ആവൃത്ത ഫലപുഷ്പസമൽകൃശൻ. അവൻ എന്ത് ചെയ്തു? അച്ഛന്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് വന്നു. വളരെ രസകരമായി ഭട്ടതിരിപ്പാട് പറയും, അജാമിലോ നാമ മഹീസുരപുരാം ചരൻ വിഭോ ധർമ്മപദൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമിത്യദൃഷ്ടവൻ സൃദുഷ്ടശീലം കുലടം മദാകുലം. വളരെ രസകരമായിട്ടാണ് ഒരൊറ്റ ശ്ലോകം കൊണ്ട് കുറെ കാര്യങ്ങളെ ഭട്ടതിരിപ്പാട് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു. പണ്ട് അജാമിളൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അവിടെ ഗുരു എന്നാ പറയുന്നത്. എന്നാൽ ഭാഗവതത്തിൽ പറയുന്നത് അച്ഛന്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോയി എന്നാണ്. എന്നിട്ടോ അങ്ങനെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം പോയിട്ടോ ദദർശകാമിനം കഞ്ചിൽ ശൂദ്രം സഹഭുജിഷയ. ഒരു അതപ്പതിച്ച ജീവിതം നയിക്കുന്ന ഒരാള്, അയാൾ ഒരു കാമുകിയായിരിക്കുന്ന ഒരു വേശ്യയുമായിട്ട് സല്ലപിക്കുന്നത് കണ്ടു. എങ്ങനെയാണ്? പീത്വാ മധുമൈരേയം, മദ്യമൊക്കെ കഴിച്ചുകൊണ്ടാണ്. മദാകൂർണത എത്രയാ, കണ്ണുകളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ആ ഉന്മത്തതയുടെ ഒരു കാര്യം കാണിച്ചു തരികയാണ്. മത്തയാ വിശ്ലതന്നീവ്യ വിഭേദം നിരപത്രഭം ക്രീഡന്തമനുകായന്തം കസന്തമനുയാന്തികേ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ലേ, നല്ല പാട്ട് വരുന്നുണ്ട്. അങ്ങനെ അവളുടെ കൂടെ പാട്ടും പാടി ആടി രസിച്ചുകൊണ്ട് അവനങ്ങനെ ഉന്മത്തനായിട്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടതും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കാമലിപ്തേന ബാഹുനാ പരിരംഭിതം ജഗാമഹൃഷ്യവസം സഹസൈവ വിമോഹിത സ്തംഭയന്നാത്മനാത്മാനം യാവൽ സത്വം യഥാസുതം ന ശശാക സമാദാതും മനോമദനവേബിതം. ഇത് കണ്ടതും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിനും ഒരു തീവ്രമായ അഭിലാഷം വന്നിട്ട്, ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത അഭിലാഷം വന്നിട്ട് ആ സ്ത്രീയുടെ നേരെ ഒരു ആകർഷണം വന്നു. ഇനി എന്തായാലും ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. അവിടെ നിന്നു അവൻ പോകുന്നതുവരെ തന്നിമിത്ത സ്മരവ്യാജഗ്രസ്തോഭിഛേദന താമേവ മനസാധ്യായൻ സ്വധർമാൽ വിരരാമ. അവളെ അനുഭവിക്കാൻ വേണ്ടി തന്റെ ഏത് ജീവിതചര്യയും വിടാൻ അയാള് തയ്യാറായി. അങ്ങനെ അയാള് മാറി ആ വേശ്യയിലേക്ക് തിരിഞ്ഞുകൊണ്ട് താമേവ തോഷയാമാസം പിത്രേണർത്ഥേന യാവത ഗ്രാമീ മനോരമേ കാമേ പ്രസീദേതയഥാതഥാം. തന്റെ പിതാവിൽ നിന്നും കിട്ടിയ കുറച്ച് സമ്പത്തൊക്കെ അന്ന് കയ്യിലുണ്ടായിരുന്നു. കാട്ടിലേക്ക് വരുമ്പോ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നു. അതൊക്കെ വെച്ച് അവളെ സന്തോഷിപ്പിച്ച് പിന്നെ അവൾ പറയുന്നത് പോലെ ജീവിച്ചുകൊണ്ട് അവളെ സന്തോഷിപ്പിച്ചു എന്നാണ്. യതസ്തതശോപരിണ്യേ ന്യായതോ ന്യായതോദനം പപാരാസി കുടുംബിന്യാ കുടുംബം മന്ദധീരയം യഥസോ ശാസ്ത്രമുല്ലിംഗ സൈരചാര്യാര്യഗർഹിതാം ആവർത്തജരം കാലം മകായു അശുചിർമലൽ. അങ്ങനെ തന്റെ ജീവിതം മുഴുവൻ കുത്തഴിഞ്ഞ് ഇവളുടെ കൂടെ ചേർന്ന് പരദ്രോഹിയായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും കൊടുത്ത് ജീവിച്ച്
അങ്ങനെയൊക്കെ ജീവിച്ച ഇവൻ, സ്വന്തം ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചവൻ, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചവൻ, ഇവന് ദണ്ഡബാണേ സകാശം കൃതകിൽബിഷം ന ഏഷ്യാമോ അകൃത നിർവേശം എത്ര ദണ്ഡേന ശുദ്ധ്യതി. നിങ്ങൾ പറയൂ, ഇവന് ദണ്ഡം കൊടുക്കണ്ടേ? ഇവനെ നരകത്തിൽ കൊണ്ടുപോകണ്ടേ? ഇവന് ശിക്ഷ കൊടുക്കണ്ടേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ തടയുന്നത് ശരിയാണോ? ഇതൊക്കെയാണ് ഇവന്റെ ഹിസ്റ്ററി. ഇങ്ങനെ അവന്റെ ഹിസ്റ്ററിയൊക്കെ ആര് കേൾപ്പിച്ചു കൊടുത്തു? യമദൂതന്മാര് കേൾപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾപ്പിക്കും. പക്ഷെ നമ്മളത് കേൾക്കുന്നതിന് മുമ്പ് നമ്മളെ ഉയർത്തിയിരിക്കണം. അതിന്റെ ഒരു രഹസ്യം, എങ്ങനെയാണ് അജാമിളൻ രക്ഷപ്പെട്ടത് എന്നുള്ള രഹസ്യം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് വിഷ്ണുദൂതന്മാര് യമദൂതന്മാർക്ക്. ഒരു യമരാജാവിനും യമദൂതന്മാർക്കും നമ്മളെ തൊടാൻ പറ്റാത്തൊരു മന്ത്രം നമ്മൾ ചൊല്ലിയാൽ, നാരായണ എന്നുള്ള മന്ത്രമല്ലേ, വേറൊരു മന്ത്രം പറഞ്ഞുതരാം. കാരണം നാരായണ എന്നുള്ള മന്ത്രം നമുക്ക് വരുമോ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ കുറെയൊക്കെ ധാർമ്മികമായ കാര്യങ്ങൾ അച്ഛനമ്മമാരിൽ നിന്ന് ഉൾക്കൊണ്ട് വളർന്നവരാണ്. ഏത് ശരി ഏത് തെറ്റ് എന്നതൊക്കെ കുട്ടിക്കാലം മുതലേ നമുക്കറിയാം. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ശരിയെന്നല്ലല്ലോ നമ്മളൊക്കെ പഠിച്ചത്, ആണോ? നമുക്കറിയാം തെറ്റാണ്. ഒരാളെ ജീവി ഉപദ്രവിക്കരുത്. കാരണം ഭാരതീയ സംസ്കാരം അങ്ങനെയാണ്. അച്ഛനമ്മമാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ്. ഇന്നതൊക്കെ ഇത്തിരി കുറവാണെങ്കിലും പണ്ട് കാലത്ത് അത് വളരെ കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു വീട്ടിലൊരു മുതിർന്ന ഒരാൾ വന്നാൽ ഉടനെ എണീറ്റ് നിൽക്കണം, ആദരവ് കാണിക്കണം. ഒരാള് ദാഹിച്ചു വന്നാൽ അയാൾക്ക് വെള്ളം കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അതിനു മുമ്പൊരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുത്തിരുന്നു, ഇല്ലേ? അവനവന്റേതല്ലാത്ത പശുക്കൾക്ക് വെള്ളം കൊടുക്കുക, അതുപോലെ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക, തണ്ണീർ പന്തൽ തുടങ്ങിയുള്ള സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംസ്കാരമുള്ള ഈ ഭാരതത്തില് ഈ ധർമ്മങ്ങളൊക്കെ, അതായത് ഒരു അച്ഛനമ്മമാരോട്, മുതിർന്നവരോട്, ഭാര്യയോട്, മക്കളോട്, സമൂഹത്തോട്, ജീവജാലങ്ങളോട്, അധ്യാപകരോട് തുടങ്ങിയവരോടൊക്കെ കാണിക്കേണ്ടുന്ന പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ടെങ്കിലും ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്താ കിട്ടാൻ പോണത്? അപ്പൊ അതിനൊക്കെ ഉത്തരം പറയാനുള്ളത്, ഇതൊക്കെ ചെയ്താൽ ഇവിടുന്ന് മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നരകത്തിലേക്ക് പോവും. അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നത് നീയൊക്കെ നരകത്തിൽ പോകുന്നതാണ്, അവിടെ ചെന്ന് അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കാൻ. സ്വർഗത്തിലേക്ക് പോവലും നരകത്തിലേക്ക് പോവലും. അവിടെ ആയിരിക്കാം പലപ്പോഴും ഉണ്ടല്ലോ ഈ സമൂഹം നന്മയെ വിട്ട് തിന്മയിലേക്ക് തിരിയുന്നതും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടക്കാൻ പറ്റാത്തതും. അവിടെയാണ് ഭാരതത്തിന്റെ യഥാർത്ഥ സംസ്കാരം. ഭാരതത്തിന് പറയാനുള്ളത്, അതായത് ഭാരതീയ സംസ്കാരത്തിന്, ഭാരതം എന്ന് പറഞ്ഞാൽ മഹാഭാരതം അല്ല ഉദ്ദേശിക്കുന്നത്, ഭാരതീയ സംസ്കാരം അത് നിറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിനൊക്കെ പറയാനുള്ളത്, നമുക്ക് രണ്ട് ധർമ്മങ്ങളുണ്ട്. ഒന്ന് വ്യവഹാരധർമ്മവും രണ്ടാമത്തത് പരമമായ ധർമ്മവും. അത് മറന്നു പോകരുത്. അതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത്. പരമമായ ധർമ്മം. പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിനൊരു ലക്ഷ്യമുള്ളതുപോലെ മനസ്സിനും ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതെന്താ മനസ്സിലായില്ല? ശരീരം നിങ്ങൾ എന്തെല്ലാം ധാർമ്മികമായി ജീവിച്ചാലും, കുത്തഴിഞ്ഞ് ജീവിച്ചാലും, വൃത്തികെട്ട് ജീവിച്ചാലും, ഇതിന്റെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണിലേക്കാണ്. ഒരു മുസ്ലിം മരിച്ചാലും, ഒരു ക്രിസ്ത്യാനി മരിച്ചാലും, ഒരു ഹിന്ദു മരിച്ചാലും, ഒരു സിഖ് മതത്തിൽപ്പെട്ടവനും ജൈന മതത്തിൽപ്പെട്ടവനും ബുദ്ധമതത്തിൽപ്പെട്ടവനും ഒരു കൺഫ്യൂഷ്യസ് ആയാലും ശരി, ഏത് മതത്തിൽപ്പെട്ടവനാലും ശരി, ഏത് ചിന്താധാരയിൽപ്പെട്ടവനാലും ശരി, അവൻ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അവൻ ഫെഡറലിസ്റ്റ് ആവട്ടെ, അവൻ ക്യാപിറ്റലിസ്റ്റ് ആവട്ടെ, ഏത് ആളായാലും ശരി, ഒരു യാചകനാവട്ടെ, രാജാവട്ടെ, എല്ലാവരുടെയും ശരീരം അവസാനം എത്തിച്ചേരുന്നത് മണ്ണിലേക്കാണ്. യാതൊരു സംശയമില്ല. അപ്പൊ ഇതിന്റെ ലക്ഷ്യം മണ്ണാണെങ്കിൽ, അപ്പൊ മനസ്സിന്റെ ലക്ഷ്യമോ? അതാണ് നമുക്ക് വ്യക്തത വേണ്ടത്. ഈ മനസ്സിന്റെ ലക്ഷ്യം ഏതാണ്? നിങ്ങൾ ഈ ശരീരത്തിന്റെ ലക്ഷ്യം മണ്ണാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ശരീരം വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഈ നിയമം മനസ്സിനും അപ്ലിക്കബിൾ അല്ലേ? എന്തായിരിക്കണം? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് മനസ്സ് പോകണം. അതുകൊണ്ട് വിവേകികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ
സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥി എന്നല്ല, ആത്മീയ വിദ്യാർത്ഥികൾ, വിവേകികളായിട്ടുള്ളവർ ചോദിക്കേണ്ട ചോദ്യമാണ്, എന്റെ മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇതാണ് ശരിക്കും നമ്മുടെ ഹിന്ദു മതത്തിന്റെ കാതലായിട്ടുള്ള വശം. മനസ്സ് എവിടെ നിന്ന് വന്നു? ഇത് കണ്ടെത്താത്തോടത്തോളം കാലം, ഇത് മനസ്സിലാക്കാത്തോടത്തോളം കാലം നിങ്ങൾ എത്ര ക്ഷേത്രത്തിൽ പോയാലും, എത്ര ആചാരങ്ങൾ ചെയ്താലും, എത്ര വഴിപാട് ചെയ്താലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സാധ്യമില്ല. അപ്പൊ ഇതിനാരുത്തരം പറഞ്ഞുതരും? തസ്മാൽ ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. ആരെടുത്ത് പോണം? ഗുരുവിന്റെ അടുത്ത് പോണം. കാരണം ശരീരം എവിടെ നിന്ന് വന്നു എന്നറിയാൻ ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. ഉണ്ടോ? കാരണം നമ്മൾ കാണുന്നു മരിച്ചവര് പോകുന്നത്. വീട്ടിലാരെങ്കിലും പ്രായമായിട്ടുള്ളവരോ മറ്റോ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശരീരം കത്തിച്ച് ഭസ്മമാക്കുമ്പോൾ നമ്മൾ കാണുന്നു, അത് മണ്ണിലേക്കാണ് തിരിച്ചു ചേരുന്നത്. എന്നാൽ മരിച്ചുപോയവരുടെ മനസ്സെവിടെ പോകുന്നു എന്ന് നമ്മൾ ആരും കാണുന്നില്ല. അത് നമുക്കറിയില്ല, അത് സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു ആചാര്യനെ, ഒരു ഗുരുവിനെ നമുക്കത് വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗുരുവിന്റെ ആവശ്യമുണ്ട്, സൂക്ഷ്മമായതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അപ്പൊ ഗുരുക്കന്മാരെന്താ പറഞ്ഞു തരുന്നത്? ഗുരുക്കന്മാർ അവരുടെ അനുഭവം കൊണ്ട് പറയുന്നു, വളരെ ലളിതമായൊരു യുക്തി കൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരണു. നിങ്ങളുടെ ശരീരത്തെ ഇപ്പോഴാരാണ് നിലനിർത്തുന്നത്? പ്രകൃതിയാണ് നിലനിർത്തുന്നത്. കാരണം ഇതിന് നിലനിൽക്കാൻ വായു വേണം, ആഹാരം വേണം, വെള്ളം വേണം, തുടങ്ങിയതൊക്കെ ആർക്ക് വേണം? ശരീരത്തിന്. അപ്പൊ ഇതെല്ലാം അതിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? ഇത് ഉറപ്പിക്കണേ നിങ്ങൾ. ഞാനിത് ആവർത്തിച്ച സബ്ജക്റ്റാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു വരണം. അപ്പൊ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? നിങ്ങൾ പറയാണ് ശരീരമാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ തെറ്റെന്നറിയോ? ശരീരമാണ്, ശരീരമുള്ളത് കൊണ്ടാണ് എന്റെ മനസ്സ് ഈ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരീരങ്ങളിലെല്ലാം ആരുണ്ടാവണം? മനസ്സുണ്ടാവണം. എന്നാൽ മരിച്ചുപോയാൽ ആ ശരീരത്തിൽ ആരില്ല? മനസ്സില്ല. അപ്പൊ പിന്നെ ശരീരമല്ല ആരെ നിലനിർത്തുന്നത്? മനസ്സിനെ നിലനിർത്തുന്നത്. പിന്നെ ആര് നിലനിർത്തുന്നു? വായുവാണോ? ആണോ? അല്ല. പിന്നെ ആര് നിലനിർത്തുന്നു? അപ്പോ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരിച്ച ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലുള്ള ഒരു വ്യത്യാസം, നേരത്തെ അതിലുണ്ടായിരുന്ന ഒരു തേജസ്, ആ കണ്ണിലുണ്ടായിരുന്ന ഒരു പ്രകാശം, ആ ശരീരത്തിനുണ്ടായിരുന്ന ഒരു പ്രകാശം മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാണുന്നില്ല. ഒരു തേജസ് കാണുന്നില്ല. കണ്ണിൽ നിന്നൊരു പ്രകാശം പോയി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രകാശത്തെ, ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തേജസ്സിനെ, അതിനെയാണ് നമ്മുടെ പൂർവികന്മാര് ചൈതന്യമെന്നും ഈശ്വരനെന്നും ക്ഷേത്രജ്ഞനെന്നും ആത്മാവെന്നും ജീവനെന്നൊക്കെ പേരിട്ടിരിക്കുന്നതെങ്കിൽ ആ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനസ്സ് ഈ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ മനസ്സ് ഈ ശരീരത്തിൽ നിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ എപ്പോ ചൈതന്യം ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞോ പിന്നെ ആ ശരീരത്തിൽ ആർക്ക് നിൽക്കാൻ പറ്റില്ല? മനസ്സിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് രണ്ടുപേരും കണക്റ്റഡ് ആണ്. ആര്? ഈ ചൈതന്യവും മനസ്സും. അങ്ങനെയാണെങ്കിൽ ഋഷീശ്വരന്മാര് പറയുന്നു, ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. അതുകൊണ്ട് ഈശ്വരന് വേണ്ടതും നമ്മുടെ വസ്തുക്കളോ മറ്റൊന്നുമല്ല വേണ്ടത്. എല്ലാ ശാസ്ത്രങ്ങൾക്കും പറയാനുള്ളത് ഭഗവാന് വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. ഗീതയിൽ അത് ആവർത്തിക്കുന്നു. മയ്യർപ്പിതമനോ ബുദ്ധി യോമൽ ഭക്ത സമേ പ്രിയ. ആരാണോ അവന്റെ മനസ്സിനെ എന്നിൽ അർപ്പിക്കുന്നത്, അനന്യാശ്ചിന്തയം തോമാം യേജനാ പര്യുപാസതേ. ചിന്തിക്കുന്നത് ഏതുകൊണ്ടാണ്? വായുണ്ടോ? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അനന്യമായി എന്നെ ചിന്തിക്കുന്നവൻ എന്നിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഭാഗവതത്തിൽ ഇതേ ആശയം വെച്ചിട്ട് പറയുന്നു ഭഗവാൻ, മയ്യേവ, എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന മനസ്സ്, മയ്യേവ പ്രവിലീയതേ മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എവിടെ എത്തിച്ചേരണം? എന്നിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഭഗവാന് കൊടുക്കേണ്ടത് എന്താണ്? ഈ കല പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പരമധർമ്മത്തിലേക്ക് എത്തുന്നത്.
അപ്പൊ ശരീരത്തിന്റെ ലക്ഷ്യം പ്രകൃതിയും മനസ്സിന്റെ ലക്ഷ്യം ഭഗവാനും. അങ്ങനെ ഈ വ്യക്തതയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ കുടുങ്ങിപ്പോയാലും ഈവൻ നമ്മുടെ കയ്യിൽ ചില മിസ്റ്റേക്ക് പറ്റിയാലും വീണ്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരൻ നിബോധത ക്ഷുരസ്യതാരാ നിശിതാതുരത്യാം ദുർഗം പദസ്ഥൽ കവയോ വദന്തി. ചിലപ്പോ വീണു എന്നൊക്കെ വരും. കാരണം ഉള്ളിലുള്ള ചില വികാരങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ വീഴ്ത്തിന്ന് വരും. പക്ഷെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഉണർത്തെഴുന്നേൽക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ, അതും പണമുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ നമ്മുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തു, അറിവിനും കഴിവിനും പ്രാധാന്യം കൊടുത്തു, നമ്മുടെ മനോബലത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ടുണ്ടല്ലോ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള മനോബലം ഇന്നത്തെ തലമുറയ്ക്ക് കുറവാണ്. ഒറ്റയ്ക്ക് നേരിടാൻ കുറവാണ്. കൂട്ടമായിട്ടൊക്കെ ഒരുപക്ഷെ നേരിട്ടേക്കാം. നോക്കൂ, നിങ്ങളുടെ സമൂഹത്തിലേക്ക് കൂട്ടമായി വന്ന റോട്ടിൽ വന്ന് ബഹളം വെക്കാൻ അവർക്ക് സാധിക്കും. ഒരൊറ്റയ്ക്ക് ഒരു ടെററിസ്റ്റിന് വരാൻ ഇതുവരെ സാധിച്ചില്ല. ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ടെററിസം തന്നെ നോക്കൂ. അതെന്തുകൊണ്ടാണ് അവർക്ക് കൂട്ടായിട്ട് വരേണ്ടി വരുന്നത്? കാരണം ഒറ്റയ്ക്ക് പോവാനുള്ള മനോബലം ഇല്ല എന്ന് പറയാം. ഒരിക്കല് ഒരു ഗുരു തന്റെ ശിഷ്യനെ ആർച്ചറി പഠിപ്പിച്ചു, അസ്ത്രവിദ്യ. ഗംഭീരമായിട്ട് ഗുരു നല്ലവണ്ണം മെനക്കെട്ടുകൊണ്ട് പഠിപ്പിച്ചു. അവനെ പ്രാക്ടീസ് ചെയ്ത് പരിശീലിപ്പിച്ച് നല്ലവണ്ണം എഫിഷ്യന്റ് ആക്കി അവനെ. അങ്ങനെ ഒരു ദിവസം ഇവനെയും കൊണ്ട് പോവാണ്, കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അനവധി മരങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരെ 1 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിലേക്ക് നിനക്ക് അമ്പ് ചെയ്യാൻ പറ്റുമോ? അവൻ അത്രയും അഭ്യാസം കൊണ്ട് എക്സ്പേർട്ടായി കഴിഞ്ഞു. അവൻ ആ മരത്തിനെ ഉന്നം വെച്ചു, അതിലേക്ക് അമ്പ് ചെയ്തു. ഗുരു പറഞ്ഞതുപോലെ തന്നെ കൃത്യം ഭാഗത്ത്, മരത്തിന്റെ ഇന്ന ഭാഗത്ത് കൊള്ളണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊള്ളിച്ചു. രണ്ടാമത് ഗുരു ചോദിക്കുകയാണ്, എന്നാ നിനക്ക് ആദ്യം ചെയ്ത അസ്ത്രത്തിനെ 2ആയിട്ട് പിളർക്കാൻ പറ്റുമെന്ന് വെച്ചു. അവൻ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു, കാരണം അത്രയും അഭ്യാസം കൊണ്ട് അവൻ ആ കഴിവ് നേടിയിരുന്നു. എടുത്തു, രണ്ടാമത്തെ അസ്ത്രം കൊടുത്തു. പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അസ്ത്രത്തിനെ 2ആയിട്ട് കീറാൻ അവന് സാധിച്ചു. അവൻ ഗുരുവിനോട് പറഞ്ഞു, എന്നെ പോലെ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവോ ഇത്ര കഴിവ് നേടിയിട്ട്? ഇത്രയൊക്കെ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. പിന്നെ ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇത് പറ്റുമോ എന്ന്. ഗുരുക്കന്മാരുടെ തലയിൽ കയറുന്ന ശിഷ്യന്മാരുണ്ട്, ഗുരുവിനെ വിദ്യ പഠിപ്പിക്കുന്ന ആൾക്കാര്. അപ്പൊ ഗുരു പറഞ്ഞു, ആയിട്ടില്ല. ഞാനല്ല, നീ. എന്തായിട്ടില്ല എന്ന് ഗുരു? ഇത്രയും മരത്തിന്റെ ഇടയിൽ നിന്ന് ദൂരെയുള്ള ഒരു മരത്തിനെ ഉന്നം വെച്ച് അതിന്റെ നടുഭാഗത്ത് അമ്പ് ചെയ്ത് അതിൽ 2ാമത്തെ അമ്പ് കൊണ്ട് ആദ്യത്തെ അമ്പിനെ പിളർക്കാൻ പറ്റിയത് കഴിവല്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഇനിയും പഠിക്കാനുണ്ടെന്നോ അങ്ങ് പറയുന്നത്? പറഞ്ഞു തരാന്ന്. ഗുരു ശിഷ്യനെയും കൊണ്ടുപോയി ഒരു വലിയൊരു മലയുടെ മുകളിൽ കയറി. എന്നിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ മലയും തൊട്ടടുത്ത മലയും തമ്മിൽ കൂട്ടിഘടിപ്പിക്കുന്ന ജൂലകളുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം ജൂലകളെന്ന്. ജൂലകൾ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ പോലെ കയറുകൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകൊണ്ടൊക്കെ കെട്ടി ഘടിപ്പിച്ചിരിക്കുന്ന പാലങ്ങൾ. അതിലാണെങ്കിലോ കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. താഴെയൊക്കെ ചില പലക വെച്ചിട്ടുണ്ട്, ഒന്നും ഉറപ്പിച്ചിട്ടില്ല. താഴെയാണെങ്കിൽ നല്ല ഗർത്തം, കരിങ്കല്ലുകളാണ് അവിടെ കൂട്ടിക്കിടക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു ചോലയും പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്. ഈ ചൂലയുടെ മുകളിൽ കൂടെ കയറി ഗുരു നടുവിലെത്തി. എന്നിട്ട് അങ്ങ് ദൂരേക്ക് നോക്കിക്കൊണ്ടൊരു ചെറിയൊരു മലയുടെ മുകളിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ശാഖയിലേക്ക് അമ്പ് ചെയ്തു. ഇതിങ്ങനെ ആടുന്നുണ്ട് താഴെ. 2ാമത്തെ അസ്ത്രം എടുത്തിട്ട് ശിഷ്യൻ ചെയ്തതുപോലെ ആദ്യത്തെ അസ്ത്രത്തിനെ 2ആയി പിളർന്നു. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, ഇത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. നീ ചെയ്തത് കാട്ടിലിരുന്നിട്ടല്ലേ, ഞാൻ ചെയ്യുന്നത് ഈ ഇളകുന്ന സസ്യത്തിന്റെ മുകളിലിരുന്നിട്ടാണ്. നിനക്ക് ചെയ്യാൻ പറ്റുമോ? 1ാമത്തെ കാല് വെച്ചപ്പോ തന്നെ ഇതാ കിടക്കുന്നു താഴെ. അപ്പൊ ഗുരു പറയാണ്, നിനക്ക് അസ്ത്രവിദ്യയിൽ കഴിവുണ്ട്, പക്ഷെ നിനക്ക് മനസ്സിന്റെ വിദ്യയിൽ കഴിവില്ല. ജീവിതത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത്
അവിടെ നമുക്ക് നേരിടാൻ സഹായിക്കണമെങ്കിൽ പഠിച്ചതൊന്നും നമ്മളെ സഹായിക്കില്ല. അവിടെ വേണ്ടത് മനോബലം തന്നെയാണ്. ആ മനോബലം ഇല്ലാത്തതിന് കാരണം കുട്ടിക്കാലത്തെ നമ്മൾ മനസ്സിനെ ഉയർത്തി കൊണ്ടുവന്നിട്ടില്ല. അതെന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നില്ല? അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഒരിക്കലും ഒരു ക്ലാസ്സിൽ അധ്യാപിക ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടൊരു വര വരച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കെങ്കിലും ഈ വരയെ ചെറുതാക്കാൻ സാധിക്കുമെന്ന്. അത് തൊടാൻ പാടില്ല, അത് മായ്ക്കാൻ പാടില്ല, അതിന്റെ മുകളിൽ ഒരു ആൾട്രേഷനും പാടില്ല. ആർക്കെങ്കിലും ഇത് സാധിക്കുമെന്ന്. കുട്ടികളെല്ലാം ചിന്തിച്ച് 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 മുടി കൊഴിയാൻ തുടങ്ങി. അതിൽ ബുദ്ധിമാനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ചാടിയിട്ടിട്ട് പറഞ്ഞു, ടീച്ചർ എനിക്ക് പറ്റുന്നു. ടീച്ചർ പറഞ്ഞു, തൊടരുത്, മായ്ക്കരുത്, അത് തൊടാതെ അതിനെ ചെറുതാക്കണം. അവൻ എന്ത് ചെയ്തു അറിയോ? അതിനെ തൊട്ടടുത്ത് വലിയൊരു വര വരച്ചു. അപ്പം ആദ്യത്തെ വര സ്വാഭാവികമായിട്ടും ചെറുതായി. ഇതുപോലെ നമ്മുടെ മനസ്സിന് നമ്മളെ ചെറുതാക്കാനും കഴിവുണ്ട്, നമ്മുടെ മനസ്സിന് നമ്മൾ ഉയർത്താനും കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്രമേണ ക്രമേണ ഉയർത്തിയെടുത്താൽ ഏത് പ്രശ്നങ്ങളിലൂടെയും തളരാതെ പതറാതെ കടന്നുപോകാൻ സാധിക്കും. ഭാഗവതത്തിൽ അതാ പറഞ്ഞു തരാനുള്ളത്. ക്രൈസിസുകളിലൂടെ കടന്നുപോയ ആളുകളും അത് അനുഭവിച്ച ആളുകളുടെയും കഥയാണ്. കുന്തിദേവിയുടെ കഥ അതെല്ലാം കാണിച്ചു വരുന്നത്. സ്വന്തം മകൻ കൊന്നതിന്റെ, സ്വന്തം മകനെ കൊണ്ട് കൊല്ലിച്ചതിന്റെ ദുരന്തം പേറുന്ന അമ്മ ആ ദുരന്തത്തിൽ തളർന്നവളായിരുന്നില്ല, ആയിരുന്നോ? അപ്പോഴും ഭഗവാനോട് പറയുന്നത്, ഇനിയും എനിക്ക് ദുഃഖങ്ങൾ തന്നോളൂ, പക്ഷെ ആ ദുഃഖങ്ങളിലൊക്കെ ഞാൻ ഭവതോ ദർശനം യസ്യാൽ, ഞാൻ ആരെ കണ്ടുകൊള്ളാം? ഭഗവാനെ കണ്ടുകൊള്ളാം. നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്ന ഭീഷ്മാചാര്യൻ, അദ്ദേഹം കടന്നത് ശരശയിലാണ്. മനസ്സുകൊണ്ട് തളർന്നില്ല, മനസ്സുകൊണ്ട് പതറിയില്ല. എവിടുന്ന് കിട്ടി ഇവർക്കൊക്കെ ഈ കഴിവ്? കാരണം അവർ നേരത്തെ തന്നെ അവരുടെ മനസ്സിനെ ഉയർത്തിയിരുന്നു. ഇതാണ് നമ്മൾ നേടിയെടുക്കാനുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിനെ ഒരു സമയത്ത് തളർത്തി പിന്നെ ഉയർത്തിയ ഒരു മഹാത്മാവിന്റെ കഥ പറഞ്ഞു തരികയാണ്. അതാണ് അജാമിള ഉപാഖ്യാനം. നേരത്തെ നമ്മൾ കണ്ടു, അജാമിളൻ ജനിച്ചതൊരു ബ്രാഹ്മണ കുലത്തിലായിരുന്നു. ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു സാധാരണ കുടുംബാംഗം പോലെ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വരുമ്പോഴാണ് ഒരിക്കൽ കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് ആരെ കാണുന്നു? മിസ് ക്യൂവിനെ കാണുന്നു. അവളുടെ പേരെന്താ എനിക്കറിയില്ല. അവളെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവള് പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങി. പണ്ട് ജീവിച്ച ജീവിതത്തിൽ നിന്നും നേരെ വ്യത്യസ്തമായിക്കൊണ്ട് എന്തൊക്കെ തെറ്റാണെന്ന് പണ്ട് പഠിച്ചിരുന്നോ അതെല്ലാം ശരിയാണ്. കൊല്ലുന്നതും കവരുന്നതും കട്ടെടുക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ ശരിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തെറ്റായ ജീവിതം നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനത്തെ പുത്രന് നാരായണൻ എന്നൊക്കെ പേരിട്ട് അങ്ങനെ എനിക്ക് ഒരിക്കൽ യമധൂതന്മാരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നുമ്പോ ഉച്ചയ്യാഹ നാരായണായേതി, നാരായണ എന്ന് കരഞ്ഞതും അദ്ദേഹത്തിനെ ആ സമയത്ത് അവിടുന്ന് രക്ഷിക്കാനായിട്ട് വിഷ്ണുദൂതന്മാര് വരുന്നതും പിന്നെ അവര് തമ്മിലുള്ള സംവാദം, വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും. ഇപ്പൊ യമദൂതന്മാര് പറഞ്ഞു, ധാർമ്മികമായി ഇയാൾ തെറ്റ് ചെയ്തതുകൊണ്ട് ഇയാൾ എവിടെ കൊണ്ടുപോകണം? നരകത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് വിഷ്ണുദൂതന്മാര് പറയുന്നത്, ഇയാൾ തെറ്റ് ചെയ്താലും ശരി അവസാനം നാരായണ എന്നൊരു വിളിച്ചതുകൊണ്ട് എല്ലാ തെറ്റിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടിരിക്കണമെന്ന്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ഭാഗ്യമുണ്ട്, കുരുത്തക്കേട് വേണ്ടതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഒരൊറ്റ കാര്യം, എന്ത് വേണം? പോവാൻ നേരത്തെ ഒരൊറ്റ വിളി നാരായണ എന്നുള്ളത്. ഇനി അല്ല സ്വാമി, ചിലപ്പോ നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ, മൂക്കിലൊക്കെ കയറിട്ടുണ്ടായിരിക്കും ചിലപ്പോ നമ്മളെ കിടത്തിയിട്ടുണ്ടാവുക എന്ന്. ഇന്ന് അതിനും സൗകര്യമുണ്ട്. നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? ഇലക്ട്രോണിക് നാരായണൻ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് ആദ്യകാലത്ത് ഇറങ്ങിയപ്പോണ്ടല്ലോ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവർക്ക് അത്രയൊന്നും അവിടുത്തെ അങ്കിൾ ഇരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. പൂജാമുറിയിൽ നിന്നുണ്ട് ഓം നമോ നാരായണ. എന്തു പറ്റി ഇദ്ദേഹത്തിന് ഇത്ര വേഗം ഭക്തി തലേ കയറിയിരിക്കണോ? വളരെ ഗൗരവത്തോടുകൂടി. പിന്നെ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു. അത് ഒരേ ശബ്ദത്തിൽ ഒരു 20 മിനിറ്റ് ചൊല്ലിയിട്ടും ഇയാൾക്ക് തൊണ്ടയ്ക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഓം നമോ അതൊക്കെ ഉണ്ടാവില്ലേ, ഇദ്ദേഹത്തിന് അതുമില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് അകത്ത് എന്ന് പൂജാമുറിയിൽ നോക്കുമ്പോണ്ട് അദൃശ്യരൂപത്തിൽ നാമം ചെല്ലണു. എനിക്ക് മനസ്സിലായില്ല ഇയാൾ അദൃശ്യനായിട്ട് നാമം ചെല്ലുണ്ടോ എന്ന്. അന്ന് എനിക്കറിയില്ല ഇന്നിങ്ങനെ ഒരു കുന്തം വന്ന സാധനം.
പിന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ സ്വാമി നമ്മുടെ വീട്ടിലൊക്കെ നാമം ചെല്ലാൻ പോലും ആളായിന്ന്. എന്തിനേറെ ചില ക്ഷേത്രങ്ങളിൽ എന്നെ നോക്കിക്കഴിഞ്ഞാലല്ലോ അവിടെ ഹനുമാൻ സ്വാമിയുടെ തലയുടെ മുകളിൽ അത് പിടിപ്പിച്ചിരിക്കുന്നത്. ശ്രീറാം ജയറാം ജയ ജയറാം. ആ ചുണ്ടും കൂടി ഇനി അനക്കിയാൽ മതി. ആ അവസ്ഥയിലൊക്കെ എത്തിച്ചു നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ. നമ്മളൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല, അത് ചൊല്ലിയാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇനി നമുക്ക് സൗകര്യങ്ങളല്ലേ, നമ്മളും കൂടി ചൊല്ലേണ്ട ആവശ്യമില്ല. ആരോടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ പോവാൻ നേരത്ത് അത് ഉറക്കം വെക്കണമെന്ന്, നാരായണാന്ന്. ഇനി അത് വിഷ്ണുദൂതന്മാര് കേൾക്കും എന്നുള്ള കാര്യത്തിലാണ് സംശയം. മനസ്സിലായില്ലേ? മനുഷ്യന്റെ വിളിയല്ലാത്തത്. ഏതായാലും അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവസാനം എന്തു വരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് നോക്കാം. 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വിഷ്ണുദൂതഊചു, വിഷ്ണുദൂതന്മാര് പറയാണ് ഇപ്രകാരം: അഹോ കഷ്ടം ധർമ്മദൃശാമധർമ്മ സ്പൃശതേ സഭാം യത്ര ദണ്ഡേഷു ഭാവേഷു ദണ്ഡോ യൈദ്രിയതേ വൃതാം. കഷ്ടം കഷ്ടം. ഇങ്ങനെ ധർമ്മമാചരിക്കുന്നവര്, നിങ്ങൾ ധർമ്മമാചരിക്കേണ്ടവരാണ്, അധർമ്മമാണ് ചെയ്യുന്നത്. കാരണം എത്ര അധണ്ഡേഷു ഭാവേഷു അഭാവേഷു, ശിക്ഷാർഹനല്ലാത്ത ഒരാളെ നിങ്ങൾ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന്. അപ്പൊ ആര് ശിക്ഷാർഹനല്ല? ഇവിടെ അജാമിളൻ ശിക്ഷാർഹനല്ല എന്നാണ് ഇവര് പറയുന്നത്. പ്രജാനം പിതരോയിച്ച ശാസ്താര സാധവാസമാം യതിസ്യാൽ തേഷ വൈഷമ്യം കംയാന്തി ശരണം പ്രജാം. പ്രജാനം പിതരോയിച്ച. നോക്കൂ, ഭഗവാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലാവരുടെയും പിതരാണ്, അച്ഛനാണ്. എല്ലാവരെയും ശാസിക്കാൻ കഴിവുള്ളവനാണ്. സാധവ, ഏതൊരാളാണോ സാധന ചെയ്യുന്നത്, ഏതൊരാളാണോ മനസ്സിനെ സമമാക്കി വെക്കുന്നത്, അങ്ങനെയുള്ളവരെയൊക്കെ ഉയർത്താൻ പ്രാപ്തനായിരിക്കുന്ന ഭഗവാന്റെ പേര് വിളിച്ചിട്ട് നിങ്ങൾ ഇയാളെ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ഇനി ആളുകൾ ആരെ ശരണം പ്രാപിക്കും? ഭഗവാന്റെ വാക്കുകൾ മുഴുവൻ തെറ്റിപ്പോവും. ഭഗവാൻ പറയുന്നത്, ആരാണോ എന്നിലേക്ക് മനസ്സുറപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സ് ധരിച്ചിരിക്കുന്നത് അവരെ ഞാൻ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ എന്ന് ഭഗവാൻ അവിടെ പറയുന്നു 10ാം അധ്യായത്തില്. ആരാണോ എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നത് അവരെ ഞാൻ ബുദ്ധിയോഗം കൊടുത്ത് ഉയർത്തി എന്നിലേക്ക് എത്തിക്കുന്നു പറയുന്നു. പിന്നീട് ഭഗവാൻ പറയുന്നു, ആരാണോ എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നത് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാൽ ഭവാമിനചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. എന്നിൽ ചേതസ് അർപ്പിച്ചിരിക്കുന്ന ഒരാളെ സമുദ്ധർത്ത ഞാൻ ഉയർത്തിയിരിക്കും. എവിടെ നിന്ന്? മൃത്യു സംസാര സാഗരാൽ. അയാളെ മൃത്യുവിന്റെ സംസാര സാഗരത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഞാൻ അയാളെ ഉയർത്തിയിരിക്കും. ഈ പറഞ്ഞതെല്ലാം തെറ്റും. അപ്പൊ ഭഗവാനെ സ്മരിച്ചിട്ടുള്ള ഒരാളെ, ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ച ഒരാളെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ഭഗവാന്റെ വാക്കുകളെല്ലാം തെറ്റും. അതുകൊണ്ട് യദ്യദാചരതി ശ്രേയ നിതരസ്തദീഹതേ സയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഈ ശ്ലോകം എവിടെ വരുന്നുണ്ട്? ഭഗവത്ഗീതയിൽ വരുന്നുണ്ട്. ഗീതയിലെ പല ശ്ലോകങ്ങളും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അവിടെ പറയും, യദ്യദാചരതി ശ്രേ തത്തദേവേതരോജനാം സയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. യത് ആചരതി ശ്രേഷ്ഠ ഇതര ജന തത്, അത് അനുവർത്തിക്കുന്നു. ഇപ്രകാരം ആദ്യം അനുഷ്ഠിക്കുന്നവരെ കണ്ട് പുറകിലുള്ളവരും അനുഷ്ഠിക്കപ്പെടണം. ഇതാണ് ഭാരതീയ സംസ്കാരം. ഒരു തുള്ളി വെള്ളം, ആ തുള്ളി വെള്ളത്തിന് മുന്നോട്ടൊഴുകാനുള്ള കഴിവുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഒഴുകാൻ അതിന് കഴിവുണ്ടാവില്ല, ശക്തി പോരാ. അപ്പൊ അതെന്ത് ചെയ്യണം? ആ തുള്ളി വെള്ളം മറ്റു വെള്ളത്തുള്ളികളോട് കൂടി ചേർന്ന് അങ്ങനെ ഒരുമിച്ച് സാഗരത്തിലേക്ക് ഒഴുകിപ്പോകുമ്പോ അതിന്റെ പുറകിൽ വരുന്ന വെള്ളത്തുള്ളികളും സാഗരത്തിലേക്ക് എത്തിക്കൊള്ളും. എന്നാൽ അതൊരു ഡാമിൽ പോയിട്ടാണ് കെട്ടിയടയുന്നതെങ്കിൽ അതിനൊരിക്കലും സാഗരത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. അത് അവരെ കുലുങ്ങിപ്പോയി എന്ന് പറയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി പോരാന്ന് തോന്നുകയാണെങ്കിൽ സമാന മനസ്കരായിട്ടുള്ള, സത്സംഗികളായിട്ടുള്ള, സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്ന് പലതുള്ളി പെരുവെള്ളം, അങ്ങനെ നമ്മളെല്ലാം ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി പോകുന്നുവെങ്കിൽ നമ്മുടെ പുറകിൽ വരുന്ന തലമുറയും നമ്മുടെ പിന്നാലെ വന്നോളും. അവരുടെ വഴിയും തെറ്റില്ല എന്ന് പറയാണ്. നമ്മൾ വഴി തെറ്റിച്ചാലോ
അവരുടെ വഴിയും തെറ്റി. ഇന്ന് വാസ്തവത്തിൽ ചെറുപ്പക്കാർക്കും അതുപോലെ കുട്ടികൾക്കും മുന്നിൽ വഴികാട്ടികളില്ല എന്ന് പറയാണ്. ആളുകൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണോ ശരിയായ വഴി എന്ന് ആർക്കും അറിയുന്നില്ല. അപ്പൊ വ്യക്തമായൊരു ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരും അതിലൂടെ വരും. അതുകൊണ്ട് സക്കതം നർപ്പിതാത്മാനം കൃതമൈത്രമചേതനം വിശ്രംവണീയോ ഭൂതാനം സഗുണോ ദോഗ്ധമർഹതി. അതുകൊണ്ട് മനസ്സിനെ അർപ്പിതം ആത്മാനം, ആരാണോ അവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിച്ചിരിക്കുന്നത്, ഭഗവാനോട് ചേർത്തിരിക്കുന്നത്, കൃതമൈത്രമചേതനം ഭഗവാനോട് സുഹൃത്ബന്ധം വെച്ചിരിക്കുന്നത്, വിശ്രംഭണീയോ ഭൂതാനം സഘൃണോ ദോഗ്ധമർഹതി. അങ്ങനെയുള്ളവരെ ദോഗ്ധം ഒരിക്കലും അവരെ വേദനിപ്പിച്ചുകൂടാ, നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൂടാ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അയം ഹി കൃതനിർവേശോ ജന്മകോട്യഹംസാമഭി യൽ വ്യാജഹാര വിവശോ നാമസ്വസ്തയനം ഹരേ. ഈ ആള് ആരാണ്? അജാമിളനാവട്ടെ ആരാവട്ടെ, ഒരുപാട് ജന്മകോടി അംഹ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി, അയാളുടെ മനസ്സ് എപ്പോ ഹരിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ അയാൾ ആ പാപത്തിൽ നിന്നും മുക്തനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇയാളാണെങ്കിലോ ഏതേന ഇവയ്ക്കഗോന്യോസിയാം കൃതം സ്യാലക നിഷ്കൃതം യഥാ നാരായണായേതി ജഗാത ചതുരക്ഷരം. ഇവനാണെങ്കിലോ ആ ശരീരത്തിൽ അത്രയും വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് നാരായണ എന്ന് സ്മരിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് അവനെ നിങ്ങൾക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അർഹതയില്ല, കൊണ്ടുപോകരുത്. സ്തേന സുരാവോ മിതദൃക് ബ്രഹ്മ ഗുരുതൽപകാം സ്ത്രീ രാജ പിതൃഗോഹന്തേയ ച പാതകിനോപരേ സർവേഷാം അപ്യഗവദം ഇതേവ സുനിഷ്കൃതം നാമവ്യഹരണം വിഷ്ണോ യതസ്ത്വൽ വിഷയാമതി. നല്ല ലൈസൻസാ തരുന്നത്. ആർക്കൊക്കെയാണ്? സ്തേന കള്ളനായിക്കോട്ടെ, സുരാഭോ മദ്യം കഴിച്ചിട്ട് ജീവിതം തകർത്തവനാവട്ടെ, മിത്രദൃക് ബന്ധുക്കളെ ദ്രോഹിച്ചവനാവട്ടെ, ബ്രഹ്മ സജ്ജനങ്ങളെ ദ്രോഹിച്ചവനാവട്ടെ, ഗുരുതൽപക ഗുരുക്കന്മാരെ വേദനിപ്പിച്ചവരാവട്ടെ, സ്ത്രീ രാജ പിതൃഗേഹാന്ത ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഭാര്യ ജീവിച്ചിരിക്കെ വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയവൻ, ഭർത്താവ് ജീവിച്ചിരിക്കെ വേറൊരു പുരുഷന്റെ അടുത്ത് പോയവൻ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വേദനകൾ മറ്റുള്ളവർക്ക് കൊടുത്തവനായാലും ശരി, സർവേഷാം അഭി ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങൾ ചെയ്തവനായാലും ശരി, വിഷ്ണോ ഭഗവാനിലേക്ക് നാമവ്യഹരണം ദൽ വിഷയാമതി. തന്റെ മനസ്സൊന്ന് ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ നിഷ്കൃതൈ ഉദിതൈ ബ്രഹ്മവാദിഭി തഥാ വിശുദ്ധ്യതികാൻ വൃതാദിഭി യഥാ ഹരേ നാമപദൈരുദാഹൃതൈ തദുത്തമ ശ്ലോക ഗുണോഫലം ഭഗം. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും ശരി, ആരുടെ മനസ്സാണോ ആ മനസ്സിൽ ഭഗവാന്റെ സ്മരണം കൊണ്ടുവന്ന് ഹരിയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ ഉറപ്പിക്കുന്നത്, അവൻ എത്രയൊക്കെ പാപങ്ങൾ ചെയ്തവനാലും ശരി അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാ വ്രതാദിപി വ്രതങ്ങളെ കൊണ്ടൊന്ന് അങ്ങനെയൊന്നും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. പോരെ? അപ്പൊ നമ്മുടെ മനസ്സിന് ഇത്രയും കഴിവുണ്ട്.